ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രസന്റ് എനർജി, ഒരു പ്രസന്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഐസൊലേഷൻ എനർജിയിലാണ് ഉള്ളതെന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ, നിങ്ങൾ ചുറ്റും എങ്ങോട്ട് തിരിയണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ, അതിപ്പോൾ റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പ് ആയിട്ട് നോ കോണ്ടാക്റ്റിലോ സെപ്പറേഷനിലോ ഒക്കെ ആയിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്രസന്റബിൾ ആയിട്ടിരുന്ന എന്ത് സിറ്റുവേഷൻ, ഇപ്പോൾ റിലേഷൻഷിപ്പായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്താകട്ടെ, എന്താണെങ്കിലും, അല്ലെ ഫാമിലിയിലായിക്കോട്ടെ, ആ പ്രസന്റ് ആയിട്ടിരുന്ന സിറ്റുവേഷനിൽ പ്രശ്നങ്ങൾ വന്നിട്ട് നിങ്ങൾ കുറേ നിങ്ങളുടേതായ ഒരു ആളുകളുടെ ഇടയിൽ തന്നെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഐസൊലേഷനിൽ ഇരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ സ്വയം മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളെ തന്നെ മനസ്സിലാക്കിയെടുക്കാനും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെയും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുറത്തോട്ടുള്ള ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളും എല്ലാം കുറവാണ്. പുറത്തോട്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഒരു യാത്രയിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ എന്തൊക്കെയോ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷെ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു 9 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു ഉള്ളിലുള്ള ഇമോഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല ചിന്തകൾ നിങ്ങളുടെ മനസ്സിനുള്ളിലൂടെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾക്കൊരു ആൻസൈറ്റി തരുന്നുണ്ട്, ഒരു ടെൻഷൻ തരുന്നുണ്ട്. അപ്പോൾ വളരെയധികം നെഗറ്റീവ് തോട്ട്സുകളാണ് നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്നത്. ഓവർ തിങ്ക് ചെയ്യുന്നു, ഓരോ കാര്യത്തെക്കുറിച്ചും, ചെറിയൊരു പ്രശ്നത്തെക്കുറിച്ച് വരെ ഓവർ തിങ്ക് ചെയ്യുകയാണ്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ തമ്മിലുള്ളത് പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്ന ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ അത് ഓവർ തിങ്ക് ചെയ്ത് വലിയ 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 പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിന് എന്തൊക്കെയോ ഒരു പേടി കയറിയിരിക്കുന്നു. ആ ഒരു പേടിയാണ് നിങ്ങളുടെ മനസ്സിനെ നയിക്കുന്നത് എന്നാണ് കാണുന്നത്. ഇനി എന്ത് കാര്യത്തിനറിയാലും, ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേഷൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ കൂടിയും ഇനി ഇത് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ എടുക്കണം, അല്ലെങ്കിൽ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സണ് കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മനസ്സിൽ. എങ്കിൽ കൂടിയും എനിക്കിത് പറ്റുമോ, അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് അങ്ങനെ പറ്റി, ഞാനൊരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരു അപ്രോച്ചുമായിട്ട് എൻ്റെ പേഴ്സൻ്റെ അടുത്തേക്ക് ചെന്നാൽ എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കുക എന്നൊക്കെയുള്ള കുറേ ഇൻസെക്യൂരിറ്റീസ് നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ ഒരു ഇൻസെക്യൂരിറ്റീസിനെ നിങ്ങൾ ഓവർ തിങ്കിങ് കൂടെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിന് വളരെയധികം ഒരു പേടിയും ആൻസൈറ്റിയും ടെൻഷനും ഒക്കെ കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഇന്നർ ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ. പിന്നെ നിങ്ങൾ ഔട്ടർ ബിഹേവിയർ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ, ഒരു ഇന്നർ ഫീലിങ്സ് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷെ പുറത്തേക്ക് നിങ്ങൾ കൊടുക്കുന്നത് ഒരു ക്വീൻ ഓഫ് പെന്റിക്കിൾസിന്റെ കാർഡ് വെച്ച് നമ്മൾ പറയുമ്പോൾ പുറത്തേക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു കാമായിട്ടുള്ള, ഒരു ഗ്രൗണ്ടഡ് ആണ് ഞാൻ, വളരെ സ്റ്റേബിൾ ആണ്, ആ ഒരു എനർജിയാണ് നിങ്ങൾ പുറത്ത് മറ്റുള്ളവരെ കാണിക്കാനായിട്ട്. അതായത് നിങ്ങളുടെ ഉള്ളിൽ വളരെ ചിന്തകളും ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് തോട്ട്സും വിഷമങ്ങളും വേദനകളും ഒക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പോലും നിങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്നത് ഞാൻ വളരെ ഹാപ്പിയാണ്, ആ ഒരു മോഡലല്ല, ഞാൻ വളരെ കാമാണ്, ഞാൻ സ്റ്റേബിൾ ആണ് എന്നൊരു എനർജിയാണ് നിങ്ങൾ പുറത്തേക്ക് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ എന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഔട്ട്ഫിറ്റാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പം മറ്റുള്ള ആളുകളാണെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആണ് എന്നുള്ള രീതിയിൽ, വളരെ ബോൾഡ് ആണ് എന്ന രീതിയിലാണ് മറ്റു വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം അകത്തെ ഒരു നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ആ ട്രോമാസ് ഒന്നും നിങ്ങൾ പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ബിഹേവിയർ, ഔട്ടർ ബിഹേവിയർ നോക്കുകയാണെങ്കിൽ കാണുന്നത്. പിന്നെ നമുക്ക് 5 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡും അതുപോലെ തന്നെ ദ മൂൺ കാർഡുമാണ് വന്നിരിക്കുന്നത്. ഇതാണ് മെയിനായിട്ടും നമ്മൾ ചോദിക്കുന്നത്, നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു ഇടയിൽ വരുന്ന തടസ്സം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നമുക്ക് പല റീഡിങ്ങിലും നമ്മൾ നോക്കുമ്പോൾ കാണാറുള്ളത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു
ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന ആളുകളുടെ പ്രഷറോ ചിലപ്പോൾ ഇതൊക്കെ ഇതിലുണ്ടാകാം. പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ മൂന്നാമത് ഒരാൾ വന്നിട്ട് ഒരു കോമൺ ഫ്രണ്ട്സ് വഴി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങളാണ് നമ്മൾ സാധാരണ റീഡിങ്ങിൽ കാണാറുള്ളത്. പക്ഷേ ഇതിൽ മെയിനായിട്ടും ഈ ഒരു തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതെല്ലാം ഒന്ന് നേരെ ആക്കിക്കൊണ്ട് പോകാനായിട്ട് കെൽപ്പുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് ഒരു അതുപോലെ നിങ്ങളുടെ പേഴ്സണും അത് അത്തരത്തിൽ ഹെൽപ്പുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് പേരും ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി റിലേഷൻഷിപ്പ് എൻഡ് ആയി പോയി, ഇനി ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതിൽ ഒത്തിരി ആളുകൾ ഇടപെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര പ്രശ്നത്തിലേക്ക് പോയി, ഇനി ഇത് ഓക്കെ ആക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല എന്ന് നിങ്ങൾ തന്നെ അങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഇൻസെക്യൂരിറ്റീസ് ആണ് നിങ്ങളെ ഇതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത്. അതായത് ഒരു സ്റ്റേബിൾ അല്ലാത്ത, മെന്റലി നിങ്ങൾ ഒട്ടും സ്റ്റേബിൾ അല്ല. അപ്പോൾ എനിക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എങ്ങനെയായിരിക്കാം, എനിക്കൊരിക്കലും ഇനി ആ ഒരു വ്യക്തി കിട്ടില്ല, എനിക്കൊരിക്കലും അവരെ കിട്ടില്ല എന്നൊരു മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു ഇൻഡ്യൂഷൻസ് എപ്പോഴും അങ്ങനെയാണ്. കാരണം ഇവർ ഓവർ തിങ്ക് ചെയ്യുകയും നെഗറ്റീവായിട്ടാണ് ഇവർ തിങ്ക് ചെയ്യുന്ന ഫുള്ള്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫീലിങ്സും കൂടി ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ മിറർ എനർജിയാണ് കാണുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളും ഇത്തരത്തിൽ ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു വിശ്വാസം, എനിക്കൊരിക്കലും ഈ റിലേഷൻഷിപ്പ് നല്ലതാക്കി എടുക്കാനായിട്ട് എനിക്ക് എൻ്റെ പേഴ്സണെ കിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആ ഒരു വിശ്വാസം, ആ ഒരു ബിലീവ്സ്, അതാണ് നിങ്ങളുടെ ഇടയിൽ തടസ്സമായിട്ട് മെയിനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പേടി, നീ കിട്ടില്ല അങ്ങനെ കിട്ടാനുള്ള ചാൻസ് ആണ് ഇല്ലാത്തത് കൂടുതലും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു പേടിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഇവിടെ കൂടുതലും നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇമോഷണൽ കൺഫ്യൂഷൻ, ഞാൻ ഓൾറെഡി പറഞ്ഞ അത് തന്നെയാണ്, ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ, ഇനി ഇത് നടക്കുമോ അത് നടക്കുമോ, ഞാൻ അങ്ങനെ ചെന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ എന്നോട് പറയുമോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നാണം കെട്ടു പോകും, അപ്പം പിന്നെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞ ആ കാര്യത്തിന് ഇങ്ങനെ പ്രതികരിക്കുമോ എന്നൊക്കെയുള്ള ഓവർ തിങ്കിങ്ങുകൾ, അത് ഒരു ഇമോഷണൽ കൺഫ്യൂഷനാണ്. അപ്പോൾ പിന്നെ ഇനി ഇത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നിങ്ങളുടെ പേഴ്സണും അത് തന്നെയാണ്. ആ ഒരു പേഴ്സൺ അങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഒരു വളരെ ടെൻഷനും ആൻസൈറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു ഭയങ്കര അധികം ഒരു പേടി അവരുടെ മനസ്സിനുണ്ട്. അപ്പൊ ആ ഒരു ഭയമാണ് അവരുടെ മനസ്സിനെ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഫുൾ അതാണ്. അപ്പൊ ആ ഒരു ഭയത്തിൽ നിന്ന് വരുന്ന ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ സെൽഫ് ഡൗട്ട് തോന്നുക, പിന്നെ ഒരു വിശ്വാസമില്ലായ്മ, ഒന്നിലും ഒരു വിശ്വാസമില്ലായ്മ, ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ ആക്കി എടുത്തു കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ വിചാരിച്ചാലും ഇത് ഓക്കെ ആകാവുന്ന കാര്യങ്ങളെ ഇതിനകത്തുള്ളൂ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അത് പക്ഷെ നിങ്ങളുടെ ഒരു മനസ്സിന്റെ ബലക്കുറവെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മനസ്സിന്റെ പക്വതയില്ലായ്മ, അല്ലെങ്കിൽ മനസ്സിനുള്ളൊരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ, ഇതൊക്കെ കൊണ്ടാണ് ഇത് ഒരു തടസ്സം, അതാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിന്റെ നടുവിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമുക്കിവിടെ 3 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് വരുന്നത്, നിങ്ങളുടെ പേഴ്സന്റെ ഒരു പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ഹാർട്ട് ബ്രേക്ക്, അല്ലെങ്കിൽ ഒരു പാസ്റ്റിലെ റിലേഷൻഷിപ്പിൽ അവരാരെങ്കിലും ചീറ്റ് ചെയ്തിട്ട് പോയതോ അങ്ങനെ എന്തോ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ അവർക്ക് ഒരു ശക്തമായ വേദനയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വേദന, ആ ഒരു വ്യക്തിയുടെ ഇടപെടലുകൾ, ആ ഒരു കാര്യങ്ങൾ, അവരുടെ ബിഹേവിയർ, ക്യാരക്ടർ, ഇതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോഴുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെയും അവർ വിലയിരുത്തുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ പഴയ ഇമോഷണൽ വൂണ്ടാണ് ഈ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ചെയ്യാനോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് തന്നെ ഒരു പേഴ്സണൽ ഗ്രോത്തിലേക്ക് വരാനോ സാധിക്കാത്തത് എന്നാണ് കാണുന്നത്. ആ ഒരു വൂണ്ട് പൂർണ്ണമായിട്ടും ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് ആ ഒരു പേഴ്സന്റെ മനസ്സിലുണ്ട് എന്നാണ് കാണുന്നത്. ഇവര് ഈ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു പണ്ടുണ്ടായിരുന്ന പാസ്റ്റിലെ റിലേഷൻഷിപ്പും കൂടെ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയും അതിനകത്ത് ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസും സംസാരങ്ങളും ഒക്കെ ഇതിലേക്കും കമ്പയർ ചെയ്ത് രണ്ടും കൂടെ ആ ഒരു വേദന, പഴയത് വന്നതുപോലെ ഇതുമാകുമോ എന്നുള്ള ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നവര്, പാസ്റ്റിലെ ഒരു ഇൻഫ്ലുവൻസസ് ഇതിലേക്ക് കയറി വരുന്നുണ്ട്. അതും ഇതിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് പോകാതിരിക്കാനൊരു തടസ്സം എന്നാണ് നമുക്ക് കാണുന്നത്. പിന്നെ നമ്മളിവിടെ
നെക്സ്റ്റ് വരുന്നത് 8 ഓഫ് സോഡ്സിന്റെ ഒരു കാർഡാണ്. അപ്പോൾ സ്വന്തമായിട്ടും ഈ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സ്വന്തമായിട്ട് ഇവർ തന്നെ സൃഷ്ടിച്ച ഒരു മെന്റൽ കേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിനെ അവർ ഒരു വേലി കെട്ടി തിരിച്ച് ഇതിനകത്ത് നിർത്തിയിരിക്കുകയാണ്. അതായത് പുറത്തുനിന്നുള്ള നല്ല നല്ല കാര്യങ്ങൾ അല്ല പുസ്തകങ്ങൾ വായിച്ചിട്ടോ ആളുകളുടെ അഭിപ്രായങ്ങൾ എടുത്തിട്ടോ അങ്ങനെ ഒന്നും ഇവരുടെ മനസ്സിലേക്ക് ഇതൊന്നും എടുക്കത്തില്ല. ഇവരുടേതായ കുറെ ഓവർ തിങ്കിങ്ങുകളും കാര്യങ്ങളും പാസ്റ്റിലെ കുറെ കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഇവർ തന്നെ ഇവരുടെ മനസ്സിനെ ഒരു ലിമിറ്റ് ചെയ്ത് നിർത്തിക്കുകയാണ്. അവരുടെ മൈൻഡിൽ കുറേ ലിമിറ്റേഷൻസ് അവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ലിമിറ്റേഷൻസ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനിടയിൽ ഒരു തടസ്സമാണ്. ആ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിയാൽ മാത്രമാണ് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ അവർക്കൊരു ഒട്ടൊരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥയാണ്. കോൺഫിഡൻസ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനാണ്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഒരു സെൽഫ് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കാൻ പോലും, ആരെങ്കിലും എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ വന്ന ഒരു സെൽഫ് റെസിസ്റ്റന്റ് ചെയ്യാനുള്ള കഴിവ് പോലും ആ വ്യക്തിക്കില്ല. ആ ഒരു രീതിയിലേക്ക് മൈൻഡിനെ ലിമിറ്റേഷൻ ചെയ്ത് വളരെ ഒരു ചുരുക്കി ഇടുങ്ങിയ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇതും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇടയിൽ ഒരു തടസ്സമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ യൂണിവേഴ്സിന്റെ ഭാഗത്തുള്ള ഒരു ഗൈഡൻസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു തടസ്സങ്ങളെല്ലാം മാറ്റി പുതിയൊരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ റീസ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് ഒരു ചെറിയ കാര്യം, ഈ റിലേഷൻഷിപ്പ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു എടുക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനൊരു ഫലം കാണും എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് വേഗത്തിൽ ഒന്നും നടക്കില്ല, അല്ലെങ്കിൽ വേഗത്തിൽ അത് നടന്ന് പെട്ടെന്ന് ഇത് സംഭവിക്കും, അങ്ങനെ കിട്ടില്ല എന്നാണ് പറയുന്നത്. സ്ലോ ആയിട്ടും വളരെ പേഷ്യൻസോടു കൂടിയും ഡിസിപ്ലിൻ ആയിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്നാണ്. ആദ്യം തന്നെ നിങ്ങൾ കാം ആവുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. വളരെയധികം ആൻസൈറ്റിയും ടെൻഷനും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനകത്ത് തന്നെ. പിന്നെ നമുക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഈ ഒരു 10 ഓഫ് വൺസ് അതാണ് പറഞ്ഞത്. നിങ്ങളൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവർ തിങ്കിങ്ങും ടെൻഷനും എല്ലാം കൊണ്ട് അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇതെല്ലാം ഒരു നിങ്ങളുടെ ചുമലിൽ നിങ്ങൾ ചുമന്ന് നിൽക്കുന്നതായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഓവർലോഡായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇമോഷനും സ്ട്രെസ്സും ഗിൽറ്റ് പ്രഷർ ഇതെല്ലാം നിങ്ങൾക്കുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് റിലീസ് ചെയ്തിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ മൊത്തത്തിലൊരിത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ വളരെ തളർന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് ഈ റിലേഷൻഷിപ്പ് തന്നെ. കാരണം ഇതൊത്തിരി ഇമോഷണൽ സ്ട്രെസ് പ്രഷർ ഗിൽറ്റ് കോൺഫ്ലിക്ട്സുകൾ ഇതെല്ലാം വന്നിട്ട് വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പൊ ഇതെല്ലാം ഒന്ന് റിലീസ് ചെയ്തിട്ട് ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് പോകണം. അതാണ് ഇവിടെ അത്യാവശ്യം വേണ്ടത്. അപ്പൊ അവിടെ ഒരു മാറ്റം ഉടനെ കാണാം. ഇനിയിപ്പോൾ നിങ്ങളാണ് ഈ റീഡിങ് കാണുന്നതെങ്കിൽ നിങ്ങൾ സ്വയമേ നിങ്ങൾക്കുള്ള ആ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം വിട്ടുകളയാനായിട്ട് ശ്രമിക്കാം. അതിനുശേഷം റിലീസായിട്ടൊന്ന് കാമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊരു ധാരണ തനിയെ വരും. അതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ടെമ്പറൻസ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമോഷണൽ ബാലൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യം. അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുവഴി നിങ്ങൾക്കൊരു ഇന്നർ പീസ് വരും. ഇതെല്ലാം വന്നെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഒരു പേഷ്യൻസ് ആണ്. ആ പേഷ്യൻസോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ഹർബറി ആയിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് നിർത്തുക. ഒരു എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. ഒരു ഹീലിംഗ് കീ നമുക്ക് അത്യാവശ്യമാണ്. ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ കടന്നു പോകുമ്പോൾ എല്ലാം റിലീസായിട്ട് ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നാണ് കാണുന്നത്. പിന്നെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇനി എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് ഈ ഒരു ഹീലിംഗിലൂടെ നിങ്ങൾക്ക് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരു ഫ്രഷ് ഇമോഷണൽ ബിഗിനിങ് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ തടസ്സങ്ങൾ മാറി നിങ്ങളൊരു റീയൂണിയനിലേക്ക് വരും. അത് കൂടാതെ തന്നെ നിങ്ങൾക്കൊരു ഇമോഷണൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബിഗിനിങ് ഉണ്ടാകും. നിങ്ങളിപ്പോൾ മാനസികമായിട്ട് വളരെ തളർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ ഒരു പുതിയ വെള്ള പേപ്പർ പോലെ അത്രയും ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ മനസ്സിനെ ഹീലിംഗിലൂടെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഒരു സ്വന്തമായിട്ട് സെൽഫ് ലവ് ചെയ്യുക, അത് നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കും. അതുപോലെ പേഴ്സണൽ ഹാർമണി ആൻഡ് പീസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മളിൽ തന്നെ എൻജോയ് ചെയ്യുക. അതായത് നമ്മൾ കോംപ്ലിമെന്റ്സ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളുടേതായ കാര്യം സെൽഫ് കെയർ ചെയ്യുക.
നമ്മൾക്കൊരു സമാധാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾക്കൊരു ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. ആ ഒരു കോൺഫിഡൻസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകാനും ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകും. ആ ഒരു പേഴ്സണൽ ഗ്രോത്ത് വഴി നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കൂടുതലായിട്ടും യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്, ആ പാസ്റ്റിൽ നടന്ന കുറേ കാര്യങ്ങളുണ്ട്, ആ ഒരു ബാഗേജ് നിങ്ങൾ റിലീസ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രസന്റിലെ സിറ്റുവേഷനിലാണെങ്കിൽ കൂടി, അല്ല പാസ്റ്റിലെ സിറ്റുവേഷൻ ആണോ എന്ന് എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്, എന്താണെങ്കിലും കുറച്ച് ഹാർട്ട് ബ്രേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് ആരൊക്കെയോ പെരുമാറിയിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഫൊർഗീവ് ചെയ്ത് കളയാനായിട്ട് ശ്രമിക്കുക. ഹൃദയം കുറച്ചും കൂടി ഓപ്പൺ ആക്കാനായിട്ട് ശ്രമിക്കുക, ഓപ്പൺ ആയിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് റീബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പുതിയൊരു തലത്തിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇതിനകത്ത് തടസ്സങ്ങൾ എല്ലാം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ അത് തന്നെയാണ് നോക്കിയതും, നിങ്ങളുടെ പേഴ്സണിന്റെ ഇടയിൽ വരുന്ന തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പം ഈ ഒരു ഇത് ശരിക്കും ഞാൻ പറഞ്ഞ ഈ എനർജീസ് രണ്ടു പേർക്കും ഒരേപോലെ തോന്നുന്നു. അതായത് ഈ ഒരു സെയിം കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ പറഞ്ഞതുപോലെ ഹീലിങ്സിലേക്കോ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന ഗൈഡൻസോ ഫോളോ ചെയ്താലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ തടസ്സങ്ങൾ മാറിപ്പോകാനുള്ള ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, clues related to this reading. Okay, clues related to this reading. Okay, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 2 weeks എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ക്രേസി ആയിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എന്ന് വിചാരിക്കുന്നു. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ ഇടുക്കി ജില്ലയ്ക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. നമ്പർ 53 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫോളോ ന്യൂ ട്രെൻഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. എറണാകുളം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോഷ്യൽ വർക്കർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. നമ്പർ 12 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 6 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 1 കിട്ടുന്നുണ്ട്. ടീ ലവേഴ്സ്, ചായ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. ഫ്ലവേഴ്സിന് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കാം. ലെറ്റേഴ്സ് എൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ടാറ്റു ആർട്ട്, കൈകളിലോ മറ്റൊക്കെ ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ടാറ്റു ആർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം. 1996 എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കാം. 1988 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. മോൾ ഓൺ റൈറ്റ് ഹാൻഡ്സ്, റൈറ്റ് സൈഡിലെ കയ്യിൽ മറുകളുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ലെറ്റർ ടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ വൈറ്റ് ബട്ടർഫ്ലൈസ്, ഈ ഒരു സമയത്ത് വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങൾ പലപ്പോഴും കാണുന്നുണ്ടായിരിക്കാം. 2005 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. 1111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1984 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. ഏപ്രിൽ മന്ത് ആണ് നമുക്കിവിടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത്.